ഷർട്ട് കോളർ നെക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കിയാലോ. അതിനായിട്ട് ഷോൾഡറിന്റെ ഭാഗം തയ്ച്ചതിന് ശേഷം നെക്കിന്റെ ആ ഒരു ഭാഗം രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. കോളറിന്റെ ലെങ്ത് കിട്ടാനായിട്ട് ടാപ്പിനെ ഇതുപോലെ ചുറ്റിച്ച് നോക്കുക. അപ്പൊ എനിക്ക് ഇവിടെ 8.5 ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ ലെങ്ത് വരുന്നത് 17 ഇഞ്ചസ് ആയിരിക്കും. ഇനി ഒരു പീസിനെ 4ആയിട്ട് മടക്കിയിട്ട് ആ ഒരു 8.5 ഇഞ്ചസും അതിലേക്ക് ഒരു 1/2 ഇഞ്ചസ് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി താഴേന്ന് 1.5 ഇഞ്ചസ് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് 2.5 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഭാഗവും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് കോർണറിലായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ചെറിയൊരു കർവിലായിട്ടും കൂടെ ആ ഒരു കോളറിന്റെ പാറ്റേൺ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 2 പീസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ മിഡിൽ ഭാഗത്ത് ചെറിയൊരു കട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ക്യാൻവാസ് പേപ്പർ ഒന്നും കൊടുക്കാതെ തന്നെ ഈ ഒരു ഭാഗം ഇതിന്റെ എഡ്ജ് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അതിനുശേഷം മറിച്ചിട്ടെടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ചെറിയ കട്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കോളറിൻ്റെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു കഫ്താൻ കുർത്തിയുടെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് കൂട്ടി തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ കോളറിൻ്റെ ഒരു പീസ് മാത്രമാണ് കേട്ടോ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഭാഗം തയ്ച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് മറിച്ചിട്ട് ആ ഒരു തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് തയ്യൽ തുമ്പ് ഉള്ളിലേക്കാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്കിൻ്റെ ഭാഗം നമുക്ക് കിട്ടും. ക്യാൻവാസ് പേപ്പർ ഒന്നും കൊടുക്കാതെയാണ് ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഭാഗം തയ്ച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജിലൂടെ ആയിട്ടൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏതൊരു ബിഗിനേഴ്സിനും വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോളർ നെക്കിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു കഫ്താൻ ഷർട്ട് കുർത്തിക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോളറാണ് കേട്ടോ. ചെയ്യാനും വളരെ ഈസി ആയിരുന്നു. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോളർ നെക്കാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ലോങ് വീഡിയോ കാണാനായിട്ട് ചാനൽ ഒന്ന് കയറി നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.